നമസ്കാരം. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു പിന്നാലെ രാജ്യം ഇപ്പോഴിതാ രാജ്യസഭാ തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുകയാണ്. പൊതു തെരഞ്ഞെടുപ്പിൽ രാജ്യസഭാ അംഗങ്ങൾ ലോക്സഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടതിനെ തുടർന്ന് 7 സംസ്ഥാനങ്ങളിൽ നിന്നുള്ള 10 രാജ്യസഭാ സീറ്റുകളിലാണ് നിലവിൽ ഒഴിവ് വന്നിരിക്കുന്നത്. ഈ രാജ്യസഭാ സീറ്റുകളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് തീയതികൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതുവരെയും പ്രഖ്യാപിച്ചിട്ടില്ല. ജൂലൈക്കുള്ളിൽ തന്നെ ഇവിടെ തെരഞ്ഞെടുപ്പ് നടത്താനുള്ള സാധ്യതകൾ അധികമാണ്. ഇപ്പോൾ ഒഴിഞ്ഞുകിടക്കുന്ന സീറ്റുകളിൽ 2 എണ്ണം വീതം അസം, ബീഹാർ, മഹാരാഷ്ട്ര എന്നിവിടങ്ങളിലാണ്. മാത്രമല്ല ഹരിയാന, മധ്യപ്രദേശ്, രാജസ്ഥാൻ, ത്രിപുര എന്നിവിടങ്ങളിൽ ഓരോ സീറ്റ് വീതവും ഒഴിഞ്ഞു കിടക്കുന്നുണ്ട്. ആകെയുള്ള 10 സീറ്റുകളിൽ 7 എണ്ണം കൈവശപ്പെടുത്തിയിരിക്കുന്നത് BJP തന്നെയാണ്. കോൺഗ്രസിന്റെ പക്കൽ 2 സീറ്റുകളും RJDയുടെ പക്കൽ 1 സീറ്റുമാണ് ഉള്ളത്. ഇങ്ങനെയാണ് നിലവിലുള്ള സീറ്റ് നില. 5 സംസ്ഥാനങ്ങളിൽ BJP വളരെ സുഗമമായി തന്നെ രാജ്യസഭാ സീറ്റുകൾ വീണ്ടും സ്വന്തമാക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്നാൽ ഹരിയാനയിലും മഹാരാഷ്ട്രയിലും പ്രവചനങ്ങൾക്ക് അതീതമായി ചില കാര്യങ്ങൾ സംഭവിച്ചേക്കാം എന്നുള്ള ആശങ്ക കൂടി നിലനിൽക്കുന്നുണ്ട്. അസം, ത്രിപുര, മധ്യപ്രദേശ്, രാജസ്ഥാൻ എന്നിവിടങ്ങളിലെ നിയമസഭകളിൽ BJPക്ക് മതിയായ അംഗസംഖ്യയുണ്ട്. ബീഹാറിൽ BJPക്കും RJDക്കും സംസ്ഥാന അസംബ്ലിയിൽ സീറ്റ് നില അനുസരിച്ച് ഓരോ സീറ്റ് വീതം ലഭിക്കാനുള്ള സാധ്യതയുമുണ്ട്. എന്നാൽ മഹാരാഷ്ട്രയിലും ഹരിയാനയിലും NDAയും ഇന്ത്യ മുന്നണിയും തമ്മിലുള്ള വളരെ രസകരമായ അല്ലെങ്കിൽ വളരെ കരുത്തുറ്റ ഒരു പോരാട്ടം നടക്കാൻ സാധ്യതയുണ്ട്. 2 രാജ്യസഭാംഗങ്ങളെ മഹാരാഷ്ട്രയിൽ നിന്നും ഒരാളെ ഹരിയാനയിൽ നിന്നും തെരഞ്ഞെടുക്കേണ്ടതുണ്ട്. ഹരിയാന നിയമസഭയുടെ നിലവിലെ അംഗബലം എന്ന് പറയുന്നത് 87 ആണ്. ഇതിൽ കോൺഗ്രസിന് 29ഉം BJPക്ക് 41 അംഗങ്ങളാണ് ഉള്ളത്. നമുക്കറിയാം ഹരിയാനയിൽ ദുഷ്യന്ത് ചൌട്ടാലയുടെ നേതൃത്വത്തിലുള്ള JJPക്ക് 10 MLAമാരുണ്ട്. ഇന്ത്യൻ നാഷണൽ ലോക്ദൾ, ഹരിയാന ലോഞ്ചിത് പാർട്ടി എന്നിവർക്ക് ഓരോ അംഗങ്ങളും 5 സ്വതന്ത്ര അംഗങ്ങളും ഈ ഹരിയാന നിയമസഭയിലുണ്ട്. സ്വതന്ത്ര MLA ആയ നയൻപാൽ റാവത്തിന്റെയും HLP MLA ആയ ഗോപാൽ കാണ്ഠയുടെയും പിന്തുണ കൂടി പരിഗണിക്കുകയാണ് എങ്കിൽ BJPയുടെ അംഗബലം 43ആയി ഉയരും. ഹരിയാന നിയമസഭയിലെ പ്രതിപക്ഷമായ ഇന്ത്യ മുന്നണിക്ക് 44 MLAമാരുടെ പിന്തുണയാണ് ഉള്ളത്. അതായത് BJPയേക്കാൾ 1 മാത്രമേ അധികമുള്ളൂ. എല്ലാ പ്രതിപക്ഷ MLAമാരുടെയും പിന്തുണ ലഭിക്കുകയാണ് എങ്കിൽ BJPയെ പരാജയപ്പെടുത്താം എന്നുള്ള പ്രതീക്ഷയാണ് കോൺഗ്രസിനുള്ളത്. എന്നാൽ കോൺഗ്രസിന് അത് അത്ര എളുപ്പവുമല്ല. JJP MLAമാർ ദുഷ്യന്ത് ചൌട്ടാലയുടെ നയങ്ങളോടൊക്കെ കടുത്ത വിയോജിപ്പ് പ്രകടിപ്പിക്കുന്നവരാണ്. രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ MLAമാർ ഓരോ സീറ്റിലും വോട്ട് ചെയ്യുന്നില്ല. പകരം MLAമാർ അവരുടെ മുൻഗണനാ ക്രമത്തിൽ വ്യത്യസ്തമായ സ്ഥാനാർത്ഥികളെ പട്ടികപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അതിനാൽ രാജ്യസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെടുന്നത് ഒരു പ്രത്യേക പാർട്ടിക്ക് സംസ്ഥാനത്തുള്ള MLAമാരുടെ എണ്ണത്തെ ആശ്രയിച്ച് തന്നെ ഇരിക്കും. അതേസമയം MLAമാർ ക്രോസ് വോട്ട് ചെയ്താൽ 4 മാസം മുൻപ് ഹിമാചൽ പ്രദേശിൽ സംഭവിച്ച ട്വിസ്റ്റ് തന്നെ ഹരിയാനയിലും മഹാരാഷ്ട്രയിലും ഒക്കെ ആവർത്തിക്കാനുള്ള സാധ്യതകളുമുണ്ട്. എന്തായാലും രാജ്യസഭാ തെരഞ്ഞെടുപ്പിനുള്ള എല്ലാ തന്ത്രങ്ങളും അണിയറയിൽ മെനഞ്ഞു തുടങ്ങിയിട്ടുണ്ട് രാഷ്ട്രീയ പാർട്ടികൾ. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.